അല്ല വേഗസ് അല്ല, BRB ഹെൽഫെയർ. ഹലോ, പറഞ്ഞോളൂ. എന്തൊക്കെയോ പ്രശ്നം, ഞാനിപ്പോ വന്നതേ ഉള്ളായിരുന്നു. സിറ്റുവേഷൻ എന്താണെന്ന് അറിയാൻ പറഞ്ഞോടാ. നമ്മള് മുതിക്ക് നിക്കിയാലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് കൊണയായി കഴിഞ്ഞപ്പോ അങ്ങോട്ടും ട്രിഗറിങ് ആയി. അത്യാവശ്യം നല്ല രീതിയിൽ ട്രിഗറിങ് ആയി അങ്ങോട്ടും ഇങ്ങോട്ടും. ആയി അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ലൂപ്പായിക്കൊണ്ടിരിക്കുവായിരുന്നു. അതെ, നിക് നെയിംസ് ഒക്കെ വിളിച്ച് അത് ലൂപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മള് അതിന്റെ കാര്യങ്ങള് പറഞ്ഞു തീർക്കാൻ വേണ്ടി വന്നതാണ്. അല്ല, ഇവര് വണ്ടിക്കിട്ട് വെടിവെച്ചല്ലേ? ആര്? അത് ഗ്യാങ്ങിനെ പറഞ്ഞോണ്ടാ. ഗ്യാങ്ങിനെ പറഞ്ഞിട്ട് ഗ്യാങ്ങിനെ കളിയാക്കി കുറെ വാക്കുകൾ ഇറങ്ങിയില്ലല്ലോ. എന്നിട്ട് മുതുക്കുന്ന ഇറങ്ങാത്ത കുറച്ച് പണിയുണ്ടായിരുന്നു. ഒരാൾ വന്ന് പറഞ്ഞ് ഇറങ്ങല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അതൊക്കെ മോശമല്ലേ ജോൺ മാമ? നിങ്ങൾ പുറത്തിറങ്ങിയിട്ട് നമ്മൾ പുറത്തിറങ്ങാൻ നേരത്ത് നമ്മുടെ വണ്ടി നമ്മളോട് പറഞ്ഞ ഞങ്ങള് പുറത്തിറങ്ങി ഞങ്ങള് മൊത്തം ചീട്ട് കീറി വെളിയിരുത്തുമെന്ന് പറഞ്ഞു. വെറുതെ ഉള്ള ചുമ്മാ വിളിച്ചിട്ട് തമ്മി തല്ലണമെന്ന് പറഞ്ഞു. സത്യം. അപ്പൊ അതാ നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഇറങ്ങാതിരിക്കും. നമുക്ക് ഇറങ്ങാനുള്ള റെഡി നിൽക്കുവായിരുന്നു. അതെ, നമുക്ക് രണ്ടുപേർക്കും ബാധിക്കും അത്. അതുകൊണ്ടാ. അതായത് സംസാരിച്ചുകൊണ്ട് നിന്ന കാര്യങ്ങള് സംസാരത്തിൽ ഒതുക്കാമായിരുന്നു. നിങ്ങള് കയ്യം കളിക്ക് സംസാരത്തിൽ ഒതുക്കുന്നത് കുഴപ്പമില്ല. അപ്പാപ്പന്റെ ഒന്നുകിൽ അപ്പാപ്പനെ കളിയാക്കുന്ന, അല്ലെങ്കിൽ അപ്പാപ്പന്റെ ഫാമിലിയെ കളിയാക്കുന്ന രീതിയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ നമ്മൾ സംസാരിച്ച് ഒത്തു തീർക്കാന്? അല്ല, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പൊ അതാ നമ്മള് അവരെ പേര് വല്ലതും വിളിച്ചായിരുന്നു? തുടങ്ങിയായിരുന്നു? ഇല്ലല്ലോ. നിങ്ങളുടെ പേര് അറിയത്തില്ല, എല്ലാവരും വിളിച്ചത് തീയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങള്. അത് ഇത്രയും വലിയ പ്രശ്നമാണ്. എൽഫെയറിനെ കളിയാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ചോദിക്കാൻ നമുക്ക് അറിയത്തില്ല, പക്ഷെ നമ്മളെ കളിയാക്കിയാ നമ്മള് ചോദിക്കും. അതാ ചോദിക്കായിരുന്നു, നിങ്ങൾ എന്തിനാ വെടിവെച്ചത് ചോദിക്കാൻ ചോദിച്ചു. അത് ഗണ്ണ് വരെ വന്നു. അതെ. ഗണ്ണ് വരെ എടുക്കേണ്ട വന്നു. അത് നിങ്ങളുടെ ഭാഗത്ത് നല്ല രീതിക്ക് ബ്രോക്ക് വന്നപ്പോ പിന്നെ കണ്ണെടുക്കേണ്ട അവസ്ഥ വന്ന് സ്റ്റേജിലേക്ക് വന്നപ്പോഴാണ് കണ്ണെടുത്തത്. വണ്ടിക്ക് ഞാനായിരുന്നെങ്കിൽ ഡൗൺ ആയേനെ. ഞാൻ ഫയർ ചെയ്ത് നമ്മുടെ 2 ടയർ പോയി, ഒരു ഗ്ലാസ് പോയി, ഒരു സൈഡ് മിറർ പോയി. വണ്ടി എല്ലാം കൊണ്ടല്ലേ വണ്ടീന്റെ വണ്ടിയുടെ എല്ലാം ഒന്നും ദേഹത്ത് കൊണ്ടില്ല ഭാഗത്തിന്, അല്ലെങ്കിൽ വില കൂടി കൊണ്ടില്ലല്ലേ? ഞാൻ തലയും പോയിന്ന്. അപ്പൊ വണ്ടിക്ക് ഇത്ര ഡാമേജ് ഉണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേറെ ഒരു പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾക്ക് വണ്ടിയുടെ ഡാമേജ് മാറ്റി തരണം. എന്നാലും നിങ്ങൾക്ക് ഇതല്ലേ വണ്ടി കച്ചവടമല്ലേ ഉള്ള. വണ്ടി എടുത്തോണ്ട് റിപ്പയർ ചെയ്യാം. അല്ല, വണ്ടി അല്ലല്ല, നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ തന്ന ഇനി അത് നിങ്ങൾ എന്റെ ബ്രേക്ക് ഒരു പ്രാവശ്യം ഇട്ട് നോക്കിയതാണ്. ഇനി അത് വീണ്ടും ഞാൻ തരൂല. കാലര് പോലും അപ്പൊ അതും വേണ്ടേ? അപ്പൊ എന്തുമായാലും നമുക്ക് വണ്ടിയുടെ തരാൻ ഇപ്പൊ താല്പര്യം ഇല്ല. നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ പോവാം. അപ്പൊ പിന്നെ അല്ല, ഇവരെന്താ പറഞ്ഞത് കളിയാക്കിയത് പിള്ളേര്? താറാവെന്നാണെന്ന് തോന്നുന്നു. അപ്പൊ അത് തന്നെ, നിങ്ങള് താറാവ് ഫ്രൈ ആക്കും. ഞങ്ങൾ ബ്രോ കേട്ടില്ല. താറാവ് ഫ്രൈ ആക്കും നമ്മള്. നിങ്ങളവിടെ തീയിലിങ്ങനെ ചുണ്ട് ഇങ്ങനെ ഹെൽഫയർ ആവും. ഇതുപോലെ അപ്പാപ്പന് ഒരു കുട്ടിയുണ്ട്, അത് ഞങ്ങള് തീയിടും. അത് കൊട്ട് കൊള്ളും. ടീച്ചറെ വലുതാണെങ്കിൽ ഒരു വിഷയമുള്ളൂ. അല്ല, എനിക്കൊരു ഡൗട്ട് ഉണ്ട്. നിങ്ങളിൽ ആരാണ് താറാവ്? താറാവ് കൊള്ളായിരുന്നല്ലേ? താറാവ് എന്ന് വിളിക്കുമ്പോ ഒരു ഗ്യാങ്ങിന് മൊത്തം അഫക്ട് ആവുന്നുണ്ടെങ്കിലേ. ഇത് കണ്ടില്ലേ? ഇത് കണ്ടില്ല. അയ്യോ ഒന്നില്ല അവിടെ. അപ്പാപ്പ ഇച്ചിരിയെങ്കിലും നേരെ അല്ലെ വയാഗ്ര എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ഇച്ചിരിയെങ്കിലും ഇത് സ്വല്പം ചെറുതായിപ്പോയി.
മോനെ, ഞാനും നീ അപ്പാപ്പനും തമ്മിൽ ഒരു 10 വയസ്സ് ഡിഫറൻസേ ഉള്ളൂ. പക്ഷെ എനിക്ക് ഡിഫറൻസ് ഉണ്ട്. ഇത്രയൊക്കെ ചുളുങ്ങി ചുക്കി ചുളുങ്ങി കൊഞ്ഞു പക്ഷെ പോലിരിക്കുന്നു. പക്ഷെ എനിക്ക് 8 പിള്ളേരുണ്ടാക്കിയിട്ടാ ചുരുങ്ങിയത്. നിനക്ക് ഒന്നുപോലും ഇല്ലാതെ എട്ട് ചുരുങ്ങിയിരിക്കും. പിള്ളേര് ഇട്ടത് ആർക്കറിയാം. വിദേശത്താ. അയ്യോ പിള്ളേരെ കണക്ക് പറഞ്ഞ് നമുക്ക് കളിക്കാനല്ല. നീ ആ. നമ്മളെ വണ്ടിക്കിട്ടടിച്ചു. നിങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ കുടുംബ പേരിനെ കളിയാക്കുന്നല്ലോ. ഞാനേ കുടുംബ പേരിനെ നിങ്ങളെ കളിയാക്കി. എന്തേലും ആ ചെയ്യാനുണ്ടെങ്കിൽ ചോദിക്കും. ചോദിക്കാം മാമ, അത് നമ്മൾ ചോദിക്കാം. ചോദിച്ചേക്കാം. അതാണ് എന്റെ കുണ്ടി ഇതാ ഇവിടെ തന്നെ ഉണ്ട്. അടിക്കാൻ ഓ പറ്റുമെങ്കിൽ അടിച്ചോ. ആ കൊണ്ടിന്ന് അവൻ തീ തീയിട്ടോളാം. എണ്ണ ഇട്ട് ഞങ്ങൾ അടിക്കും. അതെ. കോഴിക്കോടാണ് സ്ഥലം. എന്നിട്ട് തന്നെ അടിക്കേ. അമ്മ എണ്ണയിട്ട് തീ സീനാണേ. വെച്ചടിക്കും. പക്ഷെ ഫ്രൈ ആവുന്ന അതെ സാധനം അതെ. ആ, അപ്പൊ കാണാം. നമ്മൾ ഈ വട്ടം നമ്മളങ്ങ് വിളിക്കല്ലേ. അതെ ശരി നമുക്ക് ശരി. വിളിക്കാം. നമ്മളെ നമ്മള് വേറെ വിളിച്ചോ. നമ്മൾ വെയിറ്റിംഗ് ആണ്. വെയിറ്റിംഗ്. ഓക്കെ വെയിറ്റ് ചെയ്താളായിരുന്നു. ഓക്കെ. കേക്കലേ. സത്തമ്മ അപ്പൊ നമ്മള് ഇതില് ഞങ്ങള് ക്ലിയർ ആവുകയാണെങ്കിൽ, ആ. അതായത് ഞങ്ങള് ജയിക്കുവാണെങ്കിൽ പണ്ടത്തെ കൂട്ട സെയിം ഒരു ഗൺ. ഓ ശരി. ഇന്നലെ രണ്ടാക്കാം മാമ, 2 ബുൾപപ്പ്. അതൊന്നും പറ്റും. ബുൾപ്പൊപ്പൊന്നുമില്ല. HKG-36 അതെന്തൊരു 30 ലക്ഷത്തിന്റെ. അല്ലെ 30 ലക്ഷം രൂപയുടെ കണ്ണാ. എന്നാ അതെങ്കിലും അത് ഉള്ളതാ. ഇപ്പൊ എന്തോ നിങ്ങൾക്ക് ബുൾപ്പൊപ്പ് വേണമെങ്കിൽ അത് അല്ലാതെ ഡീൽ ചെയ്യണം. പറയുന്നേ ഭംഗിയുടെ അതല്ലാത്ത ഡീല. ഇതിനുള്ള ഡീല് നമ്മൾ എത്ര എളുപ്പം ഇറങ്ങിയത്. നമുക്കത് ഡീൽ ഉള്ളതാട്ടെ. അപ്പൊ പറഞ്ഞതുപോലെ നമ്മളങ്ങ് പോകണം. പറഞ്ഞു. അല്ല, നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിന്റെ ഡിമാൻഡ് പറഞ്ഞില്ലല്ലോ. വണ്ടി നന്നാക്കി തരാം. അത് നിങ്ങൾ പറ. നിങ്ങളല്ലേ പറയണ്ട ഡിമാൻഡ്. ശരി. നിങ്ങൾ ജയിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം പറഞ്ഞോ. നിങ്ങൾക്ക് ഒരാഴ്ചയിൽ എത്ര വരുമാനം ഉണ്ടാവുക? അയ്യോ അങ്ങനെ അതൊന്നും. അത് നമ്മൾ നിക്കണ പോലെ നമ്മളത് പുറത്തും വിടാറില്ല. ശരി, ഒരു എസ്റ്റിമേറ്റ് ആയിട്ട് പറഞ്ഞൂടെ? അത് പറയാൻ പറ്റില്ല. 4 ലക്ഷം രൂപ. 4 ലക്ഷം രൂപ. അപ്പൊ അതിന്റെ 10 ഇരട്ടിയായിട്ട് തന്നാൽ മതി. 10 ഇരട്ടിയോ? അയ്യോ, 30 ലക്ഷം തരും അങ്ങോട്ട്. ശരി, എങ്കിൽ 30 ലക്ഷം. അല്ലേ മറ്റേ കണ്ണിന് HK എത്രയാ? 30? 30 തരും. അപ്പൊ 30 ലക്ഷത്തിന് ക്യാഷ് തരും. അത്ര. ഓക്കെ. വാറ് കുറച്ച് ടൈം എടുക്കുക ചിലപ്പോ. ഓക്കെ ശരി, കുഴപ്പമില്ല. വിളിച്ചാ മതി. എന്തൊക്കെ ഇവന്മാര് പറഞ്ഞത്? രണ്ടെണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടും